ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ മലമ്പുഴ പോയതിൻ്റെ വ്ളോഗാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോൾ മലമ്പുഴ, ഞാൻ ഉമ്മയുടെ വീട്ടിലെല്ലാവരും കൂടെ ഞങ്ങൾ മലമ്പുഴയിലോട്ട് പോയി. അപ്പോൾ ഇതാ പോണ വഴിക്ക് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതാ സെഹു ആ സംഭവമൊക്കെ ഇട്ടൊന്ന് വെയിൽ കൊള്ളണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് മലമ്പുഴ പോവുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ മലമ്പുഴ എത്തി. ഞങ്ങൾ ആ കവ ആ സൈഡിൽ പോയായിരുന്നു. ആനക്കൽ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ആ വഴി കൂടെ പോയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. ചായ കുറേ നേരം അതിൻ്റെ മേലെ കയറി നിൽക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഈ കവ സൈഡൊക്കെ എത്തിയപ്പോൾ അത് തുറന്നു കൊടുത്തു. അവന് ഭയങ്കര ഹാപ്പിയായി കാറ്റൊക്കെ കൊണ്ട് ആൾ നിൽക്കുകയാണ്. പിന്നെ സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കവിന്ന് തിരിച്ചു പോകുന്ന ടൈമിൽ അതാ ഞങ്ങൾ ഉപ്പാനെ കണ്ടു. അപ്പോൾ എല്ലാവരും ആളുടെ യൂണിഫോമിൽ കണ്ടിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങൾ കുറേ പോയേ. അല്ല ഇവനിക്ക് റോഡിന്റെ അറ്റം പിന്നെ എനിക്കും ഒരു ആഗ്രഹം അതിൻ്റെ മേലെ കയറി ഇങ്ങനെ നിൽക്കണമെന്ന്. അങ്ങനെ ഞങ്ങളൊക്കെ അതിൻ്റെ മേലെ കയറി നിന്നു. നല്ല രസമായിരുന്നു. ഞങ്ങൾ പിന്നെ എല്ലാവരും മലമ്പുഴ എത്തി. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വെള്ളമൊക്കെ ദാഹിക്കുന്നുണ്ടായിരുന്നു. വെള്ളമൊക്കെ കുടിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ മലമ്പുഴയുടെ ഉള്ളിലോട്ട് മലമ്പുഴ ഗാർഡൻ്റെ ഉള്ളിലോട്ട് കയറി. കുറേ ഷോപ്സും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അന്ന്. നോക്കണ്ടാളും. പിന്നെ ഞങ്ങൾ കറക്റ്റ് കയറാൻ നിൽക്കുന്ന ടൈമിൽ ലൈറ്റായിട്ടൊരു മഴയൊക്കെ വന്നു. അതിന് ശേഷം കുറച്ചുകൂടെ ഭംഗിയായി അവിടെ കാണാൻ. എന്ത് രസമായിരുന്നു. പിന്നെ ഞങ്ങൾ അവർ പോയ ഉടനെ അവർക്ക് പാർക്കാണ് അവരുടെ മെയിൻ എയിം. അപ്പം അതിൽ കയറി ഞങ്ങൾ പാർക്കിലോട്ട് പോവാം എന്നാൽ നേരെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവായിരുന്നു. അപ്പം അതിനിടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അവർ ഒരു ട്രെയിനൊക്കെ കണ്ട് അതിനെക്കുറിച്ചൊക്കെ കുറേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ്. ട്രെയിനിൽ അങ്കിളില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കൂടെ ഇങ്ങോട്ട് ജഹൻ ഇതിൽ കൂടെ പോ. ട്രെയിനിലിരിക്കണ ജഹൻ ഇങ്ങോട്ട് വാ. അവിടെ കുറേ പിള്ളേർ ബട്ടർഫ്ലൈൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കും ഫോട്ടോസൊക്കെ എടുക്കണം പറഞ്ഞാൽ അവർ ഫോട്ടോസൊക്കെ എടുക്കാൻ കയറി. അതിനുശേഷം അവിടെയുള്ള വെള്ളമൊക്കെ കണ്ടിട്ട് ആ മൂന്നാളും കൂടെ അങ്ങോട്ട് ഓടുകയാണ്. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. സ്പൈഡർമാൻ രണ്ടാളും കൂടെ ഭയങ്കര പോസിങ് ഒക്കെയാണ്. അവർ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എൻജോയ് ചെയ്യാണ്. അതിനുശേഷം അവരുടെ മെയിൻ ടാർഗറ്റിലായ പാർക്ക് കണ്ട് അങ്ങോട്ട് ഓടുകയാണ്. പിന്നെ അവിടെ എത്തി ഇങ്ങനെ ഓരോ സാധനങ്ങളിൽ കയറി. ആദ്യം അതിലാണ് കയറിയത്. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ നേരം അവരിരുന്നു. അങ്ങനെ ഓരോരോ ഇതിലായിട്ട് അവർ കയറാൻ തുടങ്ങി. പിന്നെ നോക്കുകയാണെങ്കിൽ ആ ചിൽഡ്രൻസ് പാർക്ക് ഒട്ടും തന്നെ അവിടെ മെയിൻറ്റെയിൻഡ് ആയിരുന്നില്ല. അതെല്ലാം തുരുമ്പ് പിടിച്ചിട്ടും പൊട്ടിയിട്ടും കുറച്ച് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് എനിക്ക് തോന്നി.
കുട്ടികൾ കളിക്കാൻ വരുമ്പോൾ അത്ര അവർക്ക് സേഫ് അല്ലാത്ത പോലെ കുറേ കാര്യങ്ങൾ അവിടെ തോന്നി. കുറേ എല്ലാം ഓൾഡായിട്ട് പഴയതായിരിക്കുകയാണ്. വാവ് ആക്കിക്കോ. അങ്ങനെ ഇവരുടെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് റോപ്പ് വേയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഷെരീഫമ്മ ഞങ്ങളെല്ലാം കൂട്ടി റോപ്പ് വേയിൽ പോവാമെന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഏത് വഴിയാണെന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം വഴി തെറ്റിപ്പോയി. സംഭവം റോപ്പ് വേ അവിടെ 6:30 വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആക്ച്വലി അന്ന് വഴി തെറ്റി അങ്ങോട്ട് പോയി. പിന്നെ തിരിച്ച് കറക്റ്റ് ഫ്രണ്ടിലൂടെ വേറെ വഴിയിലോട്ട് പോയെങ്കിലും ഞങ്ങൾക്കൊന്ന് റോപ്പ് വേയിൽ കയറാൻ പറ്റിയില്ല. ഇത് 6:30 വരെയുള്ള കാരണം കൊണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ വിഷമമൊക്കെ മാറ്റാൻ വേണ്ടി അവിടുത്തെ കടയിൽ നിന്ന് ഞങ്ങൾ ഐസ്ക്രീമും കുറേ സർബത്തും പഴംപൊരിയല്ല വാഴയ്ക്ക ബജ്ജി, മുളക് ബജ്ജി ഇങ്ങനെല്ലാം കഴിച്ച് ഹാപ്പിയായിരുന്നു. ചോക്ലേറ്റോ? അത് അവർ വെക്കാൻ വെച്ചതല്ല. പിന്നെ അവർക്ക് കൂളിംഗ് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ചേച്ചിയുടെ കടയിൽ നിന്ന് കൂളിംഗ് ഗ്ലാസ്സും അത് അവിടെ പിന്നെ പോയപ്പോൾ ബബിൾസൊക്കെ വേണമെന്ന് പറഞ്ഞ് 4 ആൾക്ക് ഓരോ ബബിൾസൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ പിന്നെ മലമ്പുഴയിൽ നിന്ന് രാത്രി ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ ഫുഡ് കഴിക്കാൻ പോകാമെന്നായിരുന്നു. അപ്പോൾ എവിടെ പോകണം എന്നുള്ളൊരു ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞു നമുക്ക് വോക്സ് സ്കൈ ലോഞ്ചിൽ പോകാം. ഞങ്ങളവിടെ ഭയങ്കര ആഗ്രഹം സ്കൈ ലോഞ്ചിൽ പോകണം എന്ന്. അപ്പോൾ അങ്ങനെ എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ വോക്സിലോട്ട് തന്നെ പോയി. അവിടെ മേലെ പോയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, സീറ്റിങ്ങൊക്കെ നല്ല രസമായിരുന്നു ഇങ്ങനെ മേലെ ഇരിക്കാൻ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എല്ലാവരും വന്നു, ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ അവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് സൂപ്പ്. പിന്നെ കുറേ പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സൂപ്പ് ഓർഡർ ചെയ്തു. പിന്നെ പൊറോട്ട, ഗാർലിക് നാൻ, പിന്നെ മമ്മ നൂൽപുട്ടാണ് ഓർഡർ ചെയ്തത്. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ കറി എന്ന് പറഞ്ഞിട്ട് എന്തോ മുംതാസ് അങ്ങനെ എന്തോ ഒരു കറി. അത് കുറച്ച് ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു സംഭവമായിരുന്നു. കുഴപ്പമില്ല. പിന്നെ എന്തൊക്കെയോ വേറെ അൽഫാം അങ്ങനെ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ ഒരു ആവറേജ്, കുഴപ്പമില്ല. അടുത്ത ആള് അപ്പോൾ ഇന്നത്തെ വ്ളോഗ്സും എൻ്റെ ചാനലും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.